ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ബട്ടർ ഡേയ്സിനെ കുറിച്ചിട്ടൊരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത്രയേറെ പൂക്കൾ അന്ന് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇഷ്ടം പോലെ ഒരു എൻഡ് മുതൽ ഒരു എൻഡ് വരെ നമുക്ക് മഞ്ഞ പൂക്കളുടെ ഒരു മനോഹരമായിട്ടുള്ള ലോകം നമുക്ക് കാണാൻ പറ്റും. ബട്ടർ ഡേയ്സി അല്ലെങ്കിൽ ഷോ സ്റ്റാർ, ജാക്ക്പോട്ട് ഗോൾഡ്, മിനി സൺഫ്ലവർ, സണ്ണി യെല്ലോ, പിന്നെ മെലംപോഡിയം എന്ന് വരെ ഈ പേരുണ്ട് ഈ ഒരു ചെടിക്ക്. പ്രത്യേകിച്ച് കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഈ ഒരു ചെടീനെ ശരിക്കും നോക്കി വളർത്താൻ തന്നെ. ശരിക്കും ഇത് മണ്ണിലാണ്, ഡയറക്റ്റ് മണ്ണ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ചും കൂടിയും ഈസിയാണ്. നമ്മളിനി പോട്ടിലൊക്കെയാണ് ഇത് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും വെള്ളം ഉണ്ടോ അല്ലെങ്കിൽ ഡ്രൈ ആയി പോയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ മണ്ണിൽ എങ്ങനെ ആയതിനെ കൊണ്ട് വല്യമ്മ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാറാണ്. ഡെയിലി സ്പ്രേ ചെയ്യും കേട്ടോ. അപ്പോൾ രാവിലെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ചെടി എപ്പോഴും ഭയങ്കര ബ്രൈറ്റായിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. നമ്മൾ ശരിക്കും ഈ ഒരു ചെടിയുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ശരിക്കും കിട്ടണം. അതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, നമ്മുടെ കണ്ണും അതുപോലെ തന്നെ മനസ്സും നിറയും, ഉറപ്പാണ്, ഞാൻ ഷുവറായിട്ട് പറയുകയാണ്. അപ്പോൾ ഈ ഒരു ചെടി നിങ്ങൾ എന്തായാലും നമ്മുടെ വീട്ടിൽ നട്ട് നനച്ച് വളർത്തിക്കോളൂ. നല്ല രസം ഉണ്ടാവും നമ്മളെ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ചെടി പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വെള്ളക്കൊന്ന പൂക്കളുണ്ടല്ലോ, അതും ആ ഒരു ചെടിയൊക്കെ ശരിക്കും അത് മാത്രം മതി ശരിക്കും നമ്മുടെ ഗാർഡൻ നമ്മൾ അടിപൊളിയാക്കി നല്ല രീതിയിൽ സെറ്റ് ചെയ്തത്. ഇതുപോലത്തെ ഹെഡ്ജ് ഇതുപോലത്തെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചട്ടീനെക്കാട്ടിയും കുറച്ചും കൂടി നല്ലത് ഇങ്ങനെയുള്ള ഏരിയയിൽ വെക്കുമ്പോൾ നല്ല ഭംഗിക്കും ഒരു സൈഡിൽ നിന്ന് ശരിക്കും നോക്കുമ്പം. പിന്നെ ഇതിൻ്റെ ഒരു കെയറിങ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കെയറിങ് വേണ്ട. അതുപോലെ തന്നെ പ്രത്യേകം ഫെർട്ടിലൈസർ ഇതിന് കൊടുക്കണ്ട. നല്ല വെയിൽ മതി. നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെ ആദ്യം നമ്മൾ പാകി വെക്കുക. എന്നാൽ പിന്നെ പ്രത്യേകിച്ച് പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് വെക്കാതെ വിട്ട് വെക്കാൻ നോക്കുക. അപ്പം ഒരു ചെടിയിൽ നിന്ന് തന്നെ ഒരുപാട് ബ്രാഞ്ചസും അതുപോലെ തന്നെ ആ ബ്രാഞ്ചസിലൊക്കെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഒരുപാട് പൂക്കളും ഉണ്ട്. അപ്പോൾ നമ്മൾ വിട്ട് വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. എന്നാൽ ചെടിക്ക് കുറച്ച് ആ ഒരു എയർ സർക്കുലേഷൻ ഉണ്ടാകും. കുറച്ചും കൂടിയും ഒരു എന്താ പറയുക, ഒരു ബ്രീത്ത് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാകും. കൂടാതെ ഒരുപാട് ഫംഗസ് രോഗങ്ങളൊന്നും അങ്ങനെ വരില്ല. അടുപ്പിച്ച് വെക്കുമ്പോഴാണ് ആ ഒരു പ്രശ്നമൊക്കെ വന്ന് ചീഞ്ഞൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കൂടുതൽ വെള്ളമായി പോയി കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് റൂട്ട്സ് ഉണ്ട്. അപ്പോൾ ആ റൂട്ട്സ് ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡ്രൈ ആകുമ്പോൾ മാത്രം നല്ലോണം വെള്ളം നനയ്ക്കുക. അപ്പോൾ ഡെയിലി നമ്മളൊന്ന് രാവിലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ചെടിക്ക് എപ്പോഴും നന്നായിട്ട് തോന്നുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള ചെടികളിൽ നമ്മളെപ്പോഴും പ്രൂണിങ്ങും അതുപോലെ തന്നെ പിഞ്ചിങ്ങും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്, അതായത് പൂക്കളൊക്കെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ ഈ ഒരു ചെടിക്ക് അതിൻ്റെ ഒരു പ്രശ്നമേ വരുന്നില്ല. എന്ന് വെച്ചാൽ സെൽഫ് ക്ലീനിങ് അല്ലെങ്കിൽ സെൽഫ് ബ്രാഞ്ചിങ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ അത് ഇഷ്ടംപോലെ ശാഖകൾ വരികയും അതുപോലെ തന്നെ അത് സെൽഫ് ക്ലീൻ ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂക്കൾ വന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് തന്നെ അത് താഴത്തേക്ക് വീണിട്ട് വീണ്ടും അടുത്തത് മുളച്ച് വരും. ഇനി നമുക്ക് നെക്സ്റ്റ് ഇയർ, അതായത് ഇതൊരു ആനുവൽ ഫ്ലവർ ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് വേണ്ടിയിട്ട് നമുക്കത് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ കുറച്ച് ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ പൂക്കൾ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുഞ്ഞു വിത്തുകൾ കാണാൻ പറ്റും. അപ്പോൾ ആ വിത്തുകൾ നമ്മൾ പ്രത്യേകമായിട്ട് എടുക്കുക. ഇപ്പോൾ ഇതിൽ വിത്ത് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാനല്ലേ, ഓൾറെഡി ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ് ചെടി. അപ്പോൾ അങ്ങനെ വിത്തുകൾ കളക്ട് ചെയ്ത് നെക്സ്റ്റ് ഇയറിലേക്ക് വീണ്ടും നമ്മൾ പാകി കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ചട്ടിയിൽ വെക്കുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ കുറച്ചുകൂടി വലിയ ചട്ടി എടുക്കുക കേട്ടോ. എന്നാൽ പിന്നെ കുഞ്ഞു ചട്ടിയാകുമ്പം അതിൽ വെള്ളം അധികം നിൽക്കില്ലല്ലോ. വലിയ ചട്ടിയിലാകുമ്പോൾ ഒറ്റ തവണ നിങ്ങൾ നനച്ചു കൊടുത്താൽ കുറേ നേരത്തേക്ക് ആ ഒരു നനവ് ഉണ്ടാവും ചെയ്യും. അപ്പം വലിയ ചട്ടിയിൽ വെക്കാൻ നോക്കുക. അപ്പം നന്നായിട്ട് അത് നല്ലോണം ഒരു തൈ തന്നെ വെച്ചാൽ മതി ഒരു ചട്ടിയിൽ. അതന്നെ നന്നായിട്ട് ഇങ്ങനെ ബ്രാഞ്ച് ചെയ്തിട്ട് ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാകും. അപ്പോൾ അതാണെന്ന് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത്. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട, ഇത് മാത്രം മതി. ശരിക്കും ഇതിപ്പോൾ നല്ല വൈകിട്ടാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് തന്നെ ചെടി വളരെ ബ്രൈറ്റ് ആയിട്ട് ഇരിക്കണം. അതായത് രാവിലെയുള്ള അതേ ഫ്രഷ്നെസ് തന്നെയാണ് ചെടി ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതെങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. പിന്നെ മറ്റുള്ള എല്ലാ ചെടികളിലും പറയുന്ന പോലെ തന്നെ നല്ല ഡ്രെയിനേജ് ഉള്ള സോയിലായിരിക്കണം, മണ്ണായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പം ഈ ഇങ്ങനെ മണ്ണിലൊക്കെ വെക്കുമ്പം വെള്ളം കെട്ടി നിൽക്കാത്ത ഏരിയ നോക്കിയിട്ട് ഓപ്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ചട്ടിയിലാണ് വെക്കുന്നത് വെച്ചാലും പ്രത്യേകം അത് ശ്രദ്ധിക്കുക. നല്ലോണം വാർന്നു പോകുന്നുണ്ടോ, വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ ചീച്ചൽ പെട്ടെന്ന് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ആ മഞ്ഞ പൂക്കളും അതുപോലെ തന്നെ ആ പച്ച ഇലയും തമ്മിലുള്ള കോൺട്രാസ്റ്റാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കുന്നത്. പിന്നെ നമ്മൾ ഈ മിനി സൺഫ്ലവറിന് ഇതിൻ്റെ പേര് വരുന്നത് ശരിക്കും നമ്മളെ സൺഫ്ലവർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ, കുഞ്ഞു പൂക്കളാണെന്നേ ഉള്ളൂ. അതേ ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഭയങ്കര ഒരു എന്താ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ ശരിക്കും ഈ ഒരു ബട്ടർ ഡേയ്സി. തീർച്ചയായിട്ടും നിങ്ങളെ വീട്ടിൽ എവിടെയെങ്കിലും സംഘടിപ്പിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാണുമ്പോൾ തന്നെ ഇപ്പം ഞാൻ ഒരിക്കലും അന്ന് വിചാരിച്ചിട്ടില്ല ഇത്രയേറെ പൂക്കൾ ഇതിലുണ്ടാകുന്നത്. പക്ഷേ ശരിക്കും കണ്ണെടുക്കാൻ തോന്നുന്നില്ല, അത്രയേറെ പൂക്കളാണ്. എനിക്ക് വീഡിയോ എടുത്തിട്ടും മതിയാവുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സെൽഫ് സോയിങ് പ്രോസസ്സാണ്. അതായത് ഒറ്റയ്ക്ക് തന്നെ അത് താഴത്ത് വീണിട്ട്
ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിറയെ വിത്തുകൾ തൈകൾ മുളച്ച് വന്നിട്ടുണ്ട്. വിത്ത് വീണിട്ട് അതിൻ്റെ അകത്തൊക്കെ തൈ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് സ്വയം തന്നെ ചെയ്യുന്നൊരു പ്രോസസ്സാണ്, നമ്മളായിട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നമുക്ക് ഇത് ചിലപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതെനിക്ക് അറിയില്ല അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് കണ്ടോ, ഇപ്പോൾ ഇതിലൊക്കെ തൈകളാണ്. അപ്പോൾ ആ തൈകളിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഫുള്ളും ഇതിൻ്റെ അടിയിൽ ഇതിപ്പോൾ ഒരൊറ്റൊരു ചെടിയുടെ അടിഭാഗമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ അടിയിൽ ഇഷ്ടംപോലെ തൈകൾ വന്ന് വീണിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇയറിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇനി മഴക്കാലമാണല്ലോ, അപ്പോൾ അടുത്ത വർഷത്തേക്ക് നമുക്ക് ഇതുപോലെ വേനൽ സമയത്ത് നമ്മൾ സേവ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് കരുതി എടുത്ത് വെക്കുക കേട്ടോ. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എവിടെയെങ്കിലും ഇത് സംഘടിപ്പിച്ചിട്ട് നിങ്ങളെ വീട്ടിലും ഇതൊന്ന് പാകി നോക്കുക. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.